ഹായ് ഗൈസ്, അപ്പോൾ അടുത്തൊരു യാത്ര പോവാണ്. ഈ യാത്രയിൽ നമ്മുടെ കൂടെ അശ്വൻ ബ്രോയാണ്. AC സ്ലീപ്പർ കോച്ചും ബുക്ക് ചെയ്തിട്ട് ഔറംഗാബാദിലോട്ടാണ് ഈ പോകുന്നത്. യാത്രയിൽ ബോറടി മാറ്റാൻ മൂവി കാണാൻ, അല്ലെങ്കിലും മൂവി എനിക്കൊരു വീക്ക്നെസ് ആണ്. അങ്ങനെ രാത്രി 10:30 ഒരു ഹോട്ടലിൽ വണ്ടി നിർത്തി. അങ്ങനെ ഞാൻ റൊട്ടിയും ഈ പച്ചക്കറിയും പിന്നൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും വണ്ടി മഹാരാഷ്ട്രയിലെത്തി. അവിടുന്ന് ഞങ്ങളൊന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആയി നേരെ ഹോട്ടലിൽ കയറി ഒരു ചായയും കുടിച്ചു. പിന്നെ ഉറക്കം പോയപ്പോൾ നേരെ അടുത്തൊരു മൂവിയും കൂടി പ്ലേ ചെയ്തു. പിന്നെ ഈ ക്ലാസിന്റെ ഇടയിൽ കൂടെ പുറത്തെ ഭംഗിയാണ് നല്ല രസമായി. ഔറംഗാബാദിലെത്തിയപ്പോൾ തന്നെ ആഗസ്റ്റ് 15 തിരക്കിലാണ് എല്ലാവരും. ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് റൂം കിട്ടാൻ വേണ്ടി നടത്തമാണിത്. അതിന്റെ ഇടയ്ക്ക് ഒരു വ്ളോഗിങ്. നായക്കുട്ടന്മാരെന്നും എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഞാൻ ഫുഡ് കൊടുക്കാം. റൂം തപ്പിയുള്ള നടത്തത്തിനിടയിലാണ് ഞങ്ങൾ ഈ ചെങ്ങായിനെ പരിചയപ്പെടുന്നത്. ഈ ചെങ്ങായി ഞങ്ങൾ ഏതൊക്കെ ഇടവഴിയിലൂടെ കൊണ്ടായിട്ട് റൂം കാണിച്ചു തരാണ്. അങ്ങനെ ഞങ്ങൾക്ക് 600 രൂപയ്ക്ക് ഒരു അത്യാവശ്യം തിരക്കേടില്ലാത്ത റൂം കിട്ടി. അവിടുന്ന് കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ അടുത്ത് ഫുഡ് കഴിക്കാനുള്ള പോകും. അങ്ങനെ ഈ കാണുന്ന വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ 2 ചപ്പാത്തിയും കറിയും പറഞ്ഞ് അത് കഴിച്ചൊരു കിലോ പഴവും വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ ബസ് കയറാൻ നിൽക്കും. ഔറംഗാബാദ് സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്ന് 42-ാം നമ്പർ ബസ് കയറി കഴിഞ്ഞാൽ എല്ലോറ കേവിലേക്ക് എത്താം. ആ തിരക്കാണ് കാണുന്നത്. ഒരാൾക്ക് 60 രൂപയാണ് ബസ് ചാർജ്. അങ്ങനെ 107 രൂപ. ആഗസ്റ്റ് 15 ഹോളിഡേ ആയതുകൊണ്ട് തന്നെ തിരക്കിനൊരു കുറവും. എല്ലോറ കേവിന്റെ അവിടെ എത്തിയതും ഗംഭീരം മഴയത്തെ ഞങ്ങൾക്ക് കുട ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ 50 രൂപയ്ക്ക് റെന്റിന് കുട കിട്ടും. ഈ 50 രൂപയ്ക്ക് റെന്റിന് കുട എടുത്തവരെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ്. ഇത്രയും ജനത്തിരക്കുള്ളത് കൊണ്ട് തന്നെ മൊബൈൽ നെറ്റ്വർക്ക് തീരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓഫ്ലൈനിൽ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. ആൾക്ക് ഇവിടെ ടിക്കറ്റ് റേറ്റ് 40. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് മഴയത്ത് കൂടെ എല്ലോറ കേവിലോട്ട്. എല്ലോറ കേവിന്റെ വിശേഷങ്ങളുമായി സെക്കൻഡ് പാർട്ടിൽ കാണാം. ഓക്കെ, ബൈ.